എല്ലാവർക്കും നന്ദി നന്ദി എന്താ പറയുക, നമ്മള് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെയ്തൊരു സിനിമ പ്രേക്ഷകരോടൊപ്പം ഫസ്റ്റ് ഷോ തന്നെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. നല്ലൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ജിത്തു സാറിൻ്റെയും ലാൽ സാറിൻ്റെയും ആശീർവാദ് സിനിമാസിൻ്റെയും ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. മാത്രം മൈക്കിൾ മാത്രം എനിക്കറിയില്ല, ഇപ്പോൾ ആൾക്കാരെങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ഹാപ്പിയാണ്. ലൈക്ക് നിങ്ങളല്ലേ പറയണ്ടേ. ഇപ്പോൾ 11 കൊല്ലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഒപ്പം സ്ക്രീൻ സ്പേസ് ചിലവഴിക്കാൻ കഴിഞ്ഞാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത് ഈ സിനിമയിൽ. പിന്നെ ഇത്രയും നല്ലൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളെല്ലാവരും സിനിമ കാണും. അവസാനം ഒരു കണ്ണ് നനയിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഇത്രയും നല്ലൊരു സിനിമയിൽ ലാലേട്ടൻ്റെ ഒപ്പം അതേപോലെ ജിത്തു ജോസഫ് സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു. കാണുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ, അതിനകത്ത് അവസാനത്തെ ആ കോർട്ട് റൂം രംഗമെല്ലാം തന്നെ ശരിക്കും ലാലേട്ടൻ്റെ കണ്ണ് നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അവസാനം സ്പോയിലറല്ല, പക്ഷേ പ്രിയാമണി ചെയ്ത ക്യാരക്ടർ ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അത് നമ്മളെല്ലാവരും എല്ലാ ആരാധകരും ലാലേട്ടൻ നോക്കി പറയുന്നൊരു കാര്യമാണ്. വി ആർ ഹാപ്പി ദാറ്റ് ഹി ഈസ് ബാക്ക്. നന്നായിരിക്കുന്നു എല്ലാവരും. പിന്നെ തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമല്ലേ. തീർച്ചയായിട്ടും കംബാക്ക് എന്നല്ല, അദ്ദേഹം ഇവിടെ സജീവമായിട്ടുണ്ടല്ലോ. മറ്റൊരു മാജിക്, ലാലേട്ടൻ്റെ മറ്റൊരു മാജിക് ദൃശ്യം 1 ദൃശ്യം 2യുടെ നമുക്കൊരു ഫീലില്ലേ, അത് ഇതായിട്ടുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റാണ്. എല്ലാ ലാംഗ്വേജസും റീമേക്ക് ആകും. എല്ലാ ലാംഗ്വേജസും ദൃശ്യം 1 ദൃശ്യം 2 പോലെ കൊറിയയിലും ജപ്പാനിലും കമൽഹാസനും അജയ് ദേവ്ഗനും എങ്ങനെ വന്ന് തൂക്കിക്കൊണ്ടുപോയി ദൃശ്യം 1 ദൃശ്യം 2നെ അതുപോലെ തൂക്കിക്കൊണ്ടു പോകും നേരത്തിന്. അതുപോലെ തോന്നി. അയ്യോ, എൻഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ വരും. നമ്മൾ ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ നമുക്കും വരും. പുള്ളി ഇത്രയുമായിട്ട് ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, പണ്ടത്തെ ഒരു ലാലേട്ടൻ പോലെ അടിപൊളിയായിരുന്നു. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റും മോഹൻലാലിന്റെ അഭിനയം ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല ഈ ജോഡിനെ. അത് ഹാറ്റ്സ് ഓഫ് ടു ജിത്തു സാർ, അല്ലെങ്കിൽ ലാലേട്ടൻ, എല്ലാവർക്കും, ചേച്ചി, എല്ലാവർക്കും, കഥ എഴുതിയവർക്കും എല്ലാവർക്കും അൺബിലീവബിൾ. അതായത് സിമ്പിളായിട്ട് ഞാൻ ഷൂട്ട് കണ്ടതാണ്. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം 30 ദിവസം എല്ലാ ദിവസവും ഷൂട്ടിന് ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ടും ഞാൻ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത് ഇത്രയും സിമ്പിളായിട്ടുള്ള കഥ എങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കണ്ടേ പറ്റൂ. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഇരുന്ന് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് ടു ആൻ്റണി ചേട്ടൻ, അതുപോലെ തന്നെ ലാലേട്ടൻ, അതുപോലെ തന്നെ ജിത്തു ആൻഡ് ടീം, എവ്രിബഡി. അമേസിങ് മൂവി. ഇത് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ആവശ്യമുള്ളൊരു സിനിമയായിരുന്നു. പിന്നെ നിയമത്തിലും കോടതിയിലൊക്കെ വിശ്വാസം തോന്നും. പെൺകുട്ടികൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. ലാലേട്ടൻ നല്ല അടിച്ചു പൊളിച്ച് കുറേ കാലത്തിന് ശേഷം ലോയറായിട്ടുള്ള ഒരു ഇതിൽ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. കണ്ണൂർ സ്കോഡ് ഒന്നുമല്ല, സൂപ്പറോട് അടിപൊളി. ലാലേട്ടൻ താർത്തു. സിദ്ദിഖായും അടിപൊളി, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. സൂപ്പറോട്. അത് നല്ല ഇമോഷണൽ ക്യാരക്ടറായിട്ട് തകർത്ത അഭിനയിച്ചു. ലാലേട്ടൻ്റെ തിരിച്ചുവരവാണ്. ഫാമിലി മൂവി അടിപൊളി. സിദ്ദിഖായാലും പ്രിയാമണിയാലും എല്ലാവരും അടിപൊളി. ഇഷ്ടപ്പെട്ടു. എന്തോ നല്ല അഭിനയം, നല്ല പടം, വളരെ എൻ്റർടൈൻമെൻ്റുള്ള സിനിമയാണ്. സൂപ്പറാണ്. പെർഫെക്റ്റാണ് പടം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വരാം, കൈയടിച്ച് വരാം. നല്ല മോഹൻലാൽ സാറിൻ്റെ ഏറ്റവും റീസെൻ്റ് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പെർഫോമൻസുകൾ എടുക്കണമെങ്കിൽ അതിൽ ആദ്യം തന്നെ ഈ പടം ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന പടങ്ങളിലേക്കുള്ള പ്രതീക്ഷയും ഈ ഒരു പടത്തിൽ ലാൽ സാറിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഞാൻ പറയും. പടം നല്ലൊരു മൂവി തന്നെയായിരുന്നു. കാരണം വളരെ ഒരു പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ദൃശ്യത്തിന് ശേഷം മോഹൻലാലിൻ്റെ ജിത്തു ജോസഫിൻ്റെ മാജിക്, ഇത് വൗ ഫാക്ടറോ ഹെവി പടോ സൂപ്പർബ് എന്നല്ല, ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സാധാരണ പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ പറ്റുന്ന, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പടം നല്ല പടമാണ്. ഇത്ര നാൾ കണ്ടു വെച്ചിട്ട് ആരട്ടുന്നത് ഇച്ചൊരു കംബാക്ക് തന്നെയാണ്.